വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ പിടിച്ചുകെട്ടി നടക്കുവാൻ തുടങ്ങി. വേതാളം പതിവ് പോലെ കഥയിലേക്ക് കടന്നു. സൗരഭം എന്ന നാട്ടിലെ രാജാവായിരുന്ന വരദത്തൻ ആയുധവിദ്യാ നിപുണനായിരുന്ന ധീരകേസരി എന്ന ബ്രാഹ്മണനെ തന്റെ സേനാനായകനായി നിയമിച്ചു. ഒരു ദിവസം കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി. നാട് മുഴുവൻ വൻ വിറളിയെടുത്തു. ഇതിനിടയ്ക്ക് കൊട്ടാരവാതിക്കൽ നിന്നുയർന്ന ദീനവിലാപം എന്താണെന്നറിയുവാൻ രാജാവിന്റെ ആജ്ഞാനുസരണം ധീരകേസരി പോയി. അത് ഒരു വൃദ്ധയായിരുന്നു. 3 ദിവസത്തിനകം രാജാവ് മരിക്കുമെന്നും ഒരു യുവാവിനെ ഭദ്രാദേവിക്ക് ബലി കഴിച്ചാൽ രാജാവ് രക്ഷപ്പെടുമെന്നും ആ വൃദ്ധ പറഞ്ഞു. ധീരകേസരി ഉടനെ വീട്ടിൽ ചെന്ന് 16 വയസ്സ് പ്രായമുള്ള തന്റെ ഓമനപുത്രനെ കൊണ്ടുവന്ന് ദുർഗാദേവിക്ക് ബലിയർപ്പിച്ചു. ഇത് കണ്ട് അയാളുടെ ഭാര്യയുടെ ഹൃദയം തകർന്നു. അവൾ ബാക്കിയുള്ള മക്കളെയും കൊന്ന് ആത്മഹത്യ ചെയ്തു. അങ്ങനെ തന്റെ കുടുംബം മുഴുവൻ ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട ധീരകേസരി വിഷാദഭാരം സഹിക്കവയ്യാതെ സ്വയം വെട്ടിമരിച്ചു. സേനാനായകന്റെയും കുടുംബത്തിന്റെയും മഹാത്യാഗത്തെപ്പറ്റി കേട്ടറിഞ്ഞ രാജാവ് ഉടൻ തന്നെ ക്ഷേത്രത്തിലെത്തി. അവിടെ ഒരു കുടുംബം മുഴുവൻ രക്താഭിഷിക്തമായി മരിച്ചു കിടക്കുന്നത് കണ്ട രാജാവിന്റെ മനസ്സ് ആകെ തകർന്നു. തന്റെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ശോകാകുലമായ അന്ത്യം രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മഹത്യക്ക് മുതിർന്നു. പ്രസന്നയായ ഭദ്രാദേവി ഉടനെ അവിടെ പ്രത്യക്ഷയായി. രാജാവിന്റെ ആവശ്യമനുസരിച്ച് മരിച്ചു കിടന്നവർക്ക് ജീവൻ പ്രദാനം ചെയ്തു. ആഹ്ലാദവിവശനായ രാജാവ് ധീരകേസരിയെ തന്റെ മന്ത്രിയായി നിയമിച്ചു. കഥ തീർന്നയുടനെ വേതാളം ചോദിച്ചു, രാജാവേ, ഇതിൽ ആരുടെ ത്യാഗമാണ് ശ്ലാഘനീയം? വിക്രമാദിത്യൻ മറുപടി കൊടുത്തു, ധീരകേസരി ചെയ്തത് അയാളുടെ കർത്തവ്യമാണ്. ഭാര്യാപുത്രന്മാർ ചെയ്തതും സ്വാഭാവികമാണ്. സേവകന്റെ ദുഃഖസ്ഥിതിയിൽ സ്വയം മരിക്കുവാനൊരുങ്ങിയ രാജാവാണ് പ്രശംസ അർഹിക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ടുപോയ വേതാളം മുരുക്കുമരത്തിൽ കയറി തലകീഴായി കിടപ്പായി കഴിഞ്ഞിരുന്നു. വിക്രമാദിത്യൻ പിന്നെയും പിടിവിട്ടുപോയ വേതാളത്തെ കെട്ടിവരിഞ്ഞ് തോളിലേറ്റിക്കൊണ്ടുവന്നു. ഇപ്പോഴുമുണ്ട് വേതാളത്തിന് പറയാൻ വേറൊരു കഥ. കുമാരദാസൻ എന്നു പേരായ രാജാവ് സൈന്യങ്ങളോടുകൂടി ഒരു ദിവസം കാട്ടിൽ നായാട്ടിന് പോയി. രാജാവിന്റെ കുതിര മത്തുപിടിച്ച് ഓടി ഓടി വനാന്തർ ഭാഗത്തേക്ക് പ്രവേശിച്ചു. കൊടും കാട്ടിൽ കൂട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ട രാജാവ് വിശപ്പും ദാഹവും സഹിക്കവയ്യാതെ അലഞ്ഞു തിരിയുമ്പോൾ അവിചാരിതമായി ശരഭം എന്ന ഹിംസ്ര ജന്തുവിന്റെ മുന്നിൽ ചെന്നുപെട്ടു. ലോകത്തിലെ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കരുത്തും ക്രൂരതയും കൂടുതലുള്ള ശരഭം രാജാവിന്റെ മേൽ ചാടി വീഴുന്നതിന് മുൻപ് അത് അസ്ത്രമേറ്റ് നിലം പതിച്ചു. മൃത്യുവക്ത്രത്തിൽ നിന്നും രക്ഷപ്പെട്ട രാജാവ് അതിരുകവിഞ്ഞ സന്തോഷത്തോടെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സാരണൻ എന്നു പേരായ തന്റെ വേലക്കാരൻ അല്പം അകലെയായി അമ്പും വില്ലുമേന്തി നിൽക്കുന്നത് കണ്ടു. രാജാവിനെ രക്ഷിക്കാൻ ദേവദൂതനായി അവതരിച്ച സാരണൻ കുതിര വിരണ്ട് ഓടിയപ്പോൾ മുതൽ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ സഹായത്താൽ വിശപ്പും ദാഹവും തീർത്ത് രാജാവ് ആശ്വാസപൂർവ്വം നാട്ടിലെത്തി. അന്നു മുതൽ രാജാവിന് സാരണനോട് സ്നേഹവും വിശ്വാസവും വർദ്ധിച്ചു. ഒരു ദിവസം രാജാവ് അയൽനാട്ടിലെ രാജകുമാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ സാരണനെ നിയോഗിച്ചു. അതിനുവേണ്ടി കപ്പൽ യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. യാത്രാമധ്യേ കപ്പൽ തകർന്ന് എല്ലാവരും കടലിൽ വീണു. സാരണൻ മാത്രം ചങ്ങാടം പോലുള്ള ഒരു തടി കഷ്ണത്തിൽ പൊന്തിക്കിടന്ന് നിരങ്ങി നീങ്ങി കരക്കെടുത്തു. അവിടെ ഒരു നളിന സരസിൽ കുറെ സുന്ദരി രത്നങ്ങൾ കുളിക്കുന്നുണ്ടായിരുന്നു. സാരണന്റെ മനസ്സ് ഒരു സുന്ദരിയിൽ പതിഞ്ഞു. അയാൾ ആ കന്യകയുടെ തോഴിയെ തന്റെ അഭിലാഷം അറിയിച്ചു. അയാളുടെ അനുരാഗത്തിന് പാത്രമായ യുവതി അയാളെ വിളിച്ച് സമീപത്തുണ്ടായിരുന്ന കിണറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ചു വരുവാൻ നിർദ്ദേശിച്ചു. സാരണൻ കിണറ്റിലിറങ്ങി. ഒട്ടുദൂരം നടന്നപ്പോൾ മനോഹരമായ ഒരു നഗരമാണ് മുന്നിൽ കണ്ടത്. ആ മനസ്സ് ചഞ്ചലമായി. എന്താണ് ഈ കാണുന്നത്? അത്ഭുതം! ഇത് സ്വന്തം നാട് തന്നെ. അയാൾ രാജാവിനെ കണ്ട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. രണ്ടുപേരും സമുദ്രമാർഗം മുൻകണ്ട ദ്വീപിലേക്ക് പുറപ്പെട്ടു. രാജാവിന്റെ ശരീരഭംഗിയിൽ യുവതി ആകൃഷ്ടയാകുകയും അദ്ദേഹത്തോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും ചെയ്തു. രാജാവാകട്ടെ അവളോട് സ്വന്തം വേലക്കാരനും ആത്മമിത്രവുമായ സാരണന്റെ അഭിവാഞ്ചകൾക്ക് വഴങ്ങി ജീവിക്കാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ സാരണന് താൻ പ്രേമിച്ച നാരീമണിയെ കൈവശം കിട്ടി. തന്റെ ജീവനെ മൃത്യുവിന്റെ ജിഹ്വയിൽ നിന്നും രക്ഷിച്ച സാരണന് രാജാവ് ചെയ്തു കൊടുത്ത പ്രത്യുപകാരമായിരുന്നു ഇത്. വേതാളം ഇത്തവണയും കഥയവസാനിപ്പിച്ചത് പതിവ് പോലെ ചോദ്യത്തോടെയാണ്. രാജാവിന്റെയും സാരണന്റെയും പ്രവൃത്തികളിൽ ഏതിനാണ് കൂടുതൽ മേന്മ? വേലക്കാരൻ ചെയ്തത് യജമാനോടുള്ള അയാളുടെ കർത്തവ്യമാണ്. എന്നാൽ തന്നോട് അനുരാഗമുള്ള ഒരു സുന്ദരി രത്നത്തെ സേവകനു വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത രാജാവിന്റെ പ്രവൃത്തിയാണ് അവിടെ പ്രശംസനീയമായിരിക്കുന്നത്. അത്രയും പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യൻ വേതാളത്തെ കാണാതെ അമ്പരന്നു. വേതാളം ഇതിനിടയിൽ മുക്തി നേടി പഴയ മുരുക്കുമരത്തെ അഭയം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു.